ശരിക്കും ആനയ്ക്ക് പകയുണ്ടോ? ആന നമ്മളെ ഈ നമ്മളിപ്പോൾ ഒരു ആനയിൽ ഒരു വർഷക്കാലം താമസിച്ചു. താമസിച്ചെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് നടക്കുന്നു. ഉം. അതിൻ്റെ ആനക്കാരനായിട്ട് കൊണ്ട് നടക്കുന്നു. ഈ ആനയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചില ആനകൾ മറക്കില്ല. ചില ആനകൾ ഒരു കുഴപ്പമില്ല. ചില ആനകൾ അതല്ല. ദൂരെ കണ്ടു കഴിയുമ്പോഴേ ഓടിക്കും. ഉം. ആനക്കാരനെ ഓടിക്കും. അത് അപൂർവം ചില ആനകളേ ഉള്ളൂ കേട്ടോ. ഉം. ചില ആനകൾ മറക്കത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞാൽ മറക്കത്തില്ല. അഴിച്ചു കെട്ടി കൊണ്ട് നടക്കുന്ന ഒരാളെ മറക്കില്ല. ചില ആനകൾ പെട്ടെന്ന് മറക്കും. മറക്കുകയും ചെയ്യും, ഓടിക്കുകയും ചെയ്യും. അയാളെ തരത്തിന് കിട്ടിയാൽ ആക്രമിക്കുകയും ചെയ്യും. ഓക്കെ, ഓക്കെ. വേദനിപ്പിച്ചത് ഓർത്തിരിക്കുന്ന വേദനിപ്പിച്ചത് ഓർത്തതല്ല. ഈ നമ്മൾ കൊണ്ട് നടന്ന് നമ്മൾ മാറിക്കഴിഞ്ഞല്ലോ. മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെന്നില്ലെങ്കിൽ അത് ചെയ്യും. ഉറപ്പാ. ചില ആനകൾ ചെയ്യും. ചിലത് ചെയ്യില്ല. ചിലത് മറക്കത്തേയില്ല. വർഷങ്ങൾ കഴിഞ്ഞ് ചെന്നാലും മറക്കില്ല. അതിനെയാണ് ആളുകൾ ഈ ആനപ്പകയായിട്ടൊക്കെ കേട്ടൊക്കെ കണക്കാൻ ഇപ്പം പഴയ കാലത്തൊക്കെ ഞാൻ പറയും ഈ സ്കൂളിലൊക്കെ പഠിക്കില്ല സൂചിക്ക് കുത്തിയ കഥകളും വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് അതൊക്കെ ഒരു കഥയാണ്. പറഞ്ഞു മനസ്സിലായി. പക്ഷെ ആനകൾക്കറിയാം. ഇപ്പം ഈ കൊല്ലം ഇവിടെ ഒരു ആന വന്നാൽ അടുത്ത വർഷം ഒരു കൊല്ലം കഴിഞ്ഞാത്തൊക്കെ റോഡിൽ വന്നാൽ ഇവിടോട്ടാണെന്ന് തിരിയും ആന. നല്ല നിശ്ചയമാണ്. അതിനൊന്നും ഒരു മറവിയില്ല ആനയ്ക്ക്. അപ്പൊ ആനയ്ക്ക് ഒരാളോട് പകയുണ്ടാവണം ഉണ്ടെങ്കിൽ ആനയ്ക്കറിയാം. മനസ്സിൽ വെച്ചാൽ ആനയ്ക്ക് സൗണ്ട് കൊണ്ടാണ് ആളിനെ ഏറ്റവും കൂടുതൽ അറിയുക. സൗണ്ട്, നമ്മുടെ സൗണ്ട്, പിന്നെ സ്മെല്ല്. കാഴ്ചയേക്കാൾ കൂടുതൽ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആനകൾ ശ്രദ്ധിക്കുന്നത്. ഈ കൈ കൊണ്ടുള്ള വാട പിടിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ ഓടിക്കുക, കൈ ഇങ്ങനെ ചിലതിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കും. സിനിമയിലല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ആള് പോകുന്ന ആ സ്മെല്ല്. അവിടെ നിന്ന് കാറ്റ് ഇങ്ങോട്ട് അടിക്കുക. ഇത് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇതിന് കിട്ടും. ഈ സ്മെല്ല് കിട്ടും. ഒരാന അകലെ നിൽപ്പുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. വായുവിൽ കൂടി ഇത് കൂടുതൽ അറിയുക, അല്ലാതെ കണ്ടിട്ടല്ല. പിന്നെ സൗണ്ടിൽ ഇത്ര ദൂരെ നിന്ന് നമ്മൾ സൗണ്ട് വെച്ചാലും ആനയ്ക്കറിയാം. ഈ ആനയുമായി സംബന്ധിച്ചിട്ടുള്ള 2 ടേംസ് ആണല്ലോ, ഈ മദപ്പാടും ഇടച്ചിലും. ഈ ആനയ്ക്കുണ്ടാവുന്ന മദപ്പാടും ആനയ്ക്കുണ്ടാവുന്ന ഇടച്ചിലും ഒന്നാണോ? രണ്ടും രണ്ടാ. ഓക്കെ. ഈ മദപ്പാട് കാലഘട്ടം എന്ന് പറയുന്നത് അതിനെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് കെട്ടി, നമ്മുടെ നാട്ടിൻ പുറത്താകുമ്പോൾ അതിനെ കെട്ടിയിട്ടേ പറ്റുള്ളൂ. ഇപ്പം കാട്ടിലാണെങ്കിൽ അതിന് യഥോഷ്ടം സഞ്ചരിക്കാം. അതിന് മദപ്പാട് വരും, മദപ്പാട് ഒലിക്കും. അതിന് വിഹരിച്ച് നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നാട്ടിൻപുറത്ത് നയിക്കുന്നവൻ ആനയ്ക്കതില്ല. അതിനെ അന്നേരം നമ്മൾ മദപ്പാട് വരുന്ന കാലത്ത് നമ്മൾ ചില ആനകളെ മദപ്പാട് ഒലിച്ചതിന് ശേഷം കെട്ടാം. ചിലതിനെ ഒലിവാകുന്നതിന് 10 ദിവസം 15 ദിവസത്തേക്ക് മുമ്പേ കെട്ടണം. ഇല്ലെങ്കിൽ അത് ആപത്തുകൾ വരുത്തി വെക്കും. അപ്പം അതുകൊണ്ടാണ് മുൻകരുതൽ എന്നുള്ള നിലയിൽ അത് ഈ മദപ്പാടിൻ്റെ ആരംഭഘട്ട കാലമൊക്കെ ഇത് കാണിച്ചു തരും. കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കി ആ ആനക്കാരൻ അതിനെ ബന്ധവസായിട്ട് കെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാം. അതിൻ്റെ ശരീരത്തിനും കേടില്ല, നമുക്കും കേടില്ല, നാട്ടുകാർക്കും കേടില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണകരമായ കാര്യം. അതല്ല, കൊണ്ടു നടക്കാം, അതിനെ 10 ദിവസം കൂടെ കൊണ്ടു നടക്കാം, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നടന്നാൽ ചിലപ്പോൾ ഇത് കുഴപ്പത്തിലേക്കായി നീടുക. ഈ മതപ്പാടെന്ന് പറയുന്നത് അഹങ്കാരമാണല്ലോ. മതം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അതിനുള്ള സമയമാണ് അത്. അത് നമ്മൾ കവർന്നെടുക്കുക, നമ്മൾ അതിനെ നിയന്ത്രിച്ച് അതൊരിക്കലും ശരിയല്ല. ഒരു ആനക്കാരന് യോജിച്ചതല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലെ ഏറ്റവും വലിയ കാര്യം. ഈ ആനയോട് പലപ്പോഴും ഈ മറ്റേ പൂരത്തിനുള്ള വാദ്യാഘോഷങ്ങളുടെയൊക്കെ ഇടയിൽ വെച്ചിട്ട് ഈ ചെവി ഇങ്ങനെ ആട്ടി നിൽക്കും. അപ്പോൾ കുറച്ച് ആളുകൾ പറയുന്നത് അത് വെയിലിനെ തടുക്കാൻ വേണ്ടിയിട്ട് അത് സ്വയം ഒരു വിശറി പോലെ ആ ചെവികൾ ഉപയോഗിക്കുന്നതാണ്. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വാദ്യാഘോഷങ്ങളുടെ ആ ഒരു താളം ആസ്വദിച്ച് ആന നിൽക്കുന്നതാണ്. ഇതിൻ്റെ ശാസ്ത്രീയത എന്താ ശരിക്കും? ഇത് സാധാരണ നമ്മളൊരു ആനയെ എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എഴുന്നള്ളിച്ച് നിന്നില്ലെങ്കിൽ തന്നെ ഇത് ചെവി ഇങ്ങനെ രണ്ടും വീശിക്കൊണ്ടേയിരിക്കും. ബ്ലഡ് സർക്കുലേഷനാണ് അതിലെ ഏറ്റവും വലിയൊരു വിഷയം. ഏറ്റവും വലിയ വിഷയത ഈ ചെവിയിൽ ഏറ്റവും കൂടുതൽ ബ്ലഡുകൾ സർക്കുലേഷൻ നടക്കുന്നത് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നത് ചെവിയിൽ. ഹാർട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെ ചെവി ആട്ടിക്കൊണ്ട് നിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കൈ വീശിക്കൊണ്ട് നിന്നില്ല, അല്ലെങ്കിൽ വാല് വീശിക്കൊണ്ട് നിന്നില്ലെങ്കിൽ അതൊരു രോഗിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്. രണ്ടാമത്, എഴുന്നള്ളിപ്പ് സ്ഥലത്ത് ഈ ചെവി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന്, നമ്മൾ ഈ ചൂടിനെ
ആ. ഒരു നല്ല കാറ്റ് കിട്ടും. നമുക്ക് തന്നെ നല്ല കാറ്റ് കിട്ടും. ആ. ഫാനിനെ പോലെ തന്നെ കാറ്റ് നമുക്ക് കിട്ടും. നമ്മളെ ആനയുടെ ആ താടിയുടെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാറ്റ്. അപ്പം നല്ലവണ്ണം ചൂടാകുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ അടിക്കുക. ഉം. ഇത് മേളങ്ങളെ ആശ്വസിക്കുന്ന ആനകളുമുണ്ട്. ഉം. വളരെ ചിട്ടയോടുകൂടി നിന്ന് ഈ മേളങ്ങളെ ആശ്വസിച്ച് മേളത്തിനനുസരിച്ച് ചെവി ആട്ടുന്ന ആനകളും നടക്കുന്ന ആനകളുമുണ്ട്. മേളം കലാശം കൊട്ടി നീങ്ങുമ്പോൾ ആനകൾക്ക് അറിയുന്ന ആനകളുണ്ട്. ഓക്കെ, ഇല്ലാന്ന് ഓക്കെ. പറയാൻ പറ്റില്ല. അപ്പം അത് കുറച്ച് പഴക്കം ഉള്ള ആനകൾക്കേ അത് പറ്റുള്ളൂ. ഉം, ഉം, ഉം. അല്ലാതെ ഇപ്പോൾ ഒരു ആനയെ കൊണ്ടുവന്നു 1 കൊല്ലം കഴിഞ്ഞു അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞു അതിന് ചിലപ്പോൾ നിശ്ചയം ഉണ്ടാവില്ല. ഉം. താളവട്ടം കഴിയുമ്പോൾ അറിയുന്ന ആനകളുണ്ട്. പൊക്കുന്ന ആനകളുണ്ട് നടക്കാൻ. ഉം, 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 ഉം. നമ്മളെ ഇടതട്ടി കൂട്ടാൻ കറക്റ്റായിട്ട് അറിയാം. അത് ആശ്വസിക്കുന്ന ആനകളുണ്ട്. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അനുഭവം കൊണ്ട് ഞാൻ പറയുക. ഉം. ആശ്വസിക്കുന്ന ആനകളുണ്ട്. ഈ ആനയുടെ കുറുമ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ശിക്ഷകൾ കൊടുക്കേണ്ടി വരും പാപ്പാന്മാർക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ഈ ശിക്ഷയുടെ അളവുകൾ ഏത് വരെ ആവാം? ഇത് സത്യത്തില് ഈ ആനയ്ക്ക് ഒരുപാട് ശിക്ഷണം കൊടുക്കുന്നത്, അതായത് അതിനെ വേദനിപ്പിക്കുക, ഉപദ്രവിക്കുക. നോവിക്കുക. ആ. ഇപ്പം വടി കൊണ്ട് നമുക്ക് അടിക്കാം, ആ. തോട്ടിക്കൊന്ന് കൊത്തിക്കാം. ഇപ്പം എപ്പോഴും ഈ തോട്ടിക്ക് കൊത്തിക്കാൻ ഒക്കെ മുറിവാകും. ആ. തോട്ടിയുടെ ആ മൊന അതേപോലത്തെ ആ. ആ. അത് 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 ഉണ്ടാക്കി വെക്കുന്നത് നമുക്കൂടെ ശല്യമാണ്. ആ. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു ഈച്ച വന്നിരിക്കാൻ ആന സമ്മതിക്കില്ല. ഉം. ഒരു ഈച്ച വന്നിരിക്കാൻ ആന സമ്മതിക്കില്ല. ഒരു കൊതുക് വന്നിരിക്കാൻ സമ്മതിക്കത്തില്ല. കൊതുക് വന്നിരിക്കുകയാണെങ്കിലും കൊതുകിനെ അടിക്കും ആന. ഉം. കൈകൊണ്ട് ഒന്നിൽ ഇങ്ങനെ അടിക്കും, അല്ലെ തൂപ്പെടുത്തിട്ട് അടിക്കും. ഈച്ച വന്നിരുന്ന ഈ മുറിവൊക്കെ ഉണ്ടായാൽ ഈച്ച വന്നിരിക്കും. ഉം. മുറിവ് ചിലതൊക്കെ ഈച്ച വന്നിരുന്നാൽ തന്നെ മുറിവുണ്ടെങ്കിൽ തന്നെ ഈച്ചകൾ ഇതിനെ ഈ മുറിവെ തൂറും, ഉം. പുഴുവാകും. ഉം. ഇപ്പം പുഴുവായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മാംസത്തിൻ്റെ ഓരോ ഉറകളിൽ ഈ പുഴു കയറി വലുതാകും. ഉം. അപ്പം ഇതിരുന്ന് കടിക്കുമ്പോൾ ഇതിന് ഭംഗിയായിട്ട് ചൊറിയും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഇട്ട് തേക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് വരും. ഓ. പുഴു ഉണ്ടെങ്കിൽ ബ്ലഡ് വരും, ഉറപ്പാണ്. അപ്പം ഇതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഫെബ്രുവരി മാർച്ച് കാലങ്ങളിൽ പൊടിയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഇത് മുറിവുണ്ടാക്കുന്നതും ശിക്ഷണം കഠിനമായിട്ട് കൊടുക്കുന്നതൊന്നും ഒരു നല്ലതല്ല. ഉം. നമ്മളിപ്പോൾ ഒരു 3, 4, 5 പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വടിയൊക്കെ ഓങ്ങിയിട്ടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഉം. അതുകൊണ്ട് ആപത്തുമില്ല. ഉം. അതുകൊണ്ട് ആനയ്ക്ക് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആജ്ഞാപിക്കുന്നത് ചെയ്യാതിരിക്കുകയോ ഒന്നും ഉണ്ടാകില്ല. ഉം. ചിലപ്പോൾ 10 പ്രാവശ്യം പറയേണ്ടി വരും. ചിലപ്പോൾ ഒരു വാശിക്ക് ഇങ്ങനെ നിൽക്കും എടുക്കാതെ, പിന്നെ എടുക്കും. ഉം. അടിക്കുവാണെങ്കിലോ, അടിക്കുകയാണെങ്കിൽ ചില ആനകൾക്ക് വാശിയാവും. ഉം. ഉം. അത് 1 അടി കൊണ്ടോ 10 അടി കൊണ്ടോ ചിലപ്പോൾ നമ്മളവിടെ തോറ്റുപോകും. ചില ആനകളുടെ കാര്യം ചിലടത്ത് തോറ്റുപോകും. അപ്പോൾ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അതിനെ ദേഹോപദ്രവം ഏൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഉം. എന്നാൽ ഈ കാര്യം നടക്കുകയും ചെയ്യും. ഉം. ഉം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ശിക്ഷണം കൊടുത്തിട്ട് ഒരാനയെ വരുതിയിലാക്കി കൊണ്ട് നടക്കുന്നത് അഭികാമ്യമല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ.